ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വർണ്ണനയിൽ നിന്ന്, വിവരണത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ, എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും തേർവാഴ്ച നടന്നിരുന്ന ഒരു കാലഘട്ടം. വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുകയും വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയും അവയുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ട ബലിപീഠങ്ങളിൽ വെച്ച് മൃഗങ്ങളെ കൊല്ലുകയും ബലിയർപ്പിക്കുകയും, അതുപോലെ തന്നെ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് പോലും നഗ്നരായിക്കൊണ്ട്, സമ്പൂർണ്ണ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്തിരുന്ന, അതിനവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. ഏത് കാലഘട്ടത്തിലും ഏത് തിന്മകൾ ചെയ്യുന്നവർക്കും ആ തിന്മകൾക്ക് ചില ന്യായീകരണങ്ങൾ അവർ കണ്ടെത്തും. അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. ജാഹിലിയ്യ കാലത്ത് കഅബക്ക് ചുറ്റും തവാഫ് ചെയ്തിരുന്ന ഖുറൈശികൾ, മുശ്രിക്കുകൾ, ആണും പെണ്ണും ഒക്കെ ഒന്നും ഉടുക്കാതെയാ തവാഫ് ചെയ്തിരുന്നത്. അതിന് അവർക്ക് ചില ന്യായങ്ങൾ ഉണ്ടായിരുന്നു. കേട്ടാ നല്ല ന്യായമായിട്ട് തോന്നും. എന്താ ന്യായം? ഞങ്ങൾ ഒരുപാട് തെറ്റുകളും അധർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ അതൊക്കെ ചെയ്യുമ്പോ ഞങ്ങളുടെ ബോഡിയിൽ, ഞങ്ങളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പാപത്തിന്റെ കറ പുരണ്ട വസ്ത്രങ്ങൾ എടുത്തിട്ട് എങ്ങനെയാ അള്ളാഹിന്റെ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യാ? അതുകൊണ്ട് തവാഫ് ചെയ്യുന്ന നേരത്ത്, പാപം ചെയ്യുന്ന നേരത്ത് ശരീരത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രം തന്നെ വേണ്ട എന്ന് വിചാരിച്ചു മുഴുവൻ ഉരിഞ്ഞു കളഞ്ഞ് അവരിങ്ങനെ പാട്ടും പാടിയിട്ടതിന്റെ ചുറ്റും തവാഫ് ചെയ്തിരുന്നു എന്നാണ്. സമ്പൂർണ്ണ നഗ്നകളും നഗ്നരുമായി കൊണ്ട് തവാഫ് ചെയ്തിരുന്ന ഒരു സമൂഹം. പെൺകുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം. പെണ്ണാണെന്നറിഞ്ഞാൽ അപമാന ഭാരം കൊണ്ട് തലയുയർത്തി നടക്കാൻ പറ്റാതെ വീടുകളിൽ ഒളിഞ്ഞിരുന്നിരുന്ന ഒരു സമൂഹം. ദിനേനയെന്നോണം കലഹങ്ങളും യുദ്ധങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിരുന്ന ഒരു സമൂഹം. മദ്യപന്മാരായി കുടിച്ചു കൂത്താടി, നർത്തകിമാരുടെ കൂടെ പാട്ടും പാടി, ക്ലബ്ബുകളിലും അതുപോലെ തന്നെ നിശാ ക്ലബ്ബുകളിലും വേദികളിലുമൊക്കെ ഉറഞ്ഞു തുള്ളി മാദക നൃത്തമാടിയിരുന്ന തരുണികളുടെ കൂടെ ഉല്ലസിച്ചിരുന്ന ഒരു സമൂഹം. ഒട്ടേറെ ആഘോഷങ്ങളും ചെണ്ടകളും കുഴലൂത്തുകളും താളമേളങ്ങളുമായി എല്ലാവിധത്തിലുള്ള പൈശാചികമായ സംഗീതങ്ങളുടെയും കൂടെ നടന്നുല്ലസിച്ച് നടന്നിരുന്ന ഒരു സമൂഹം. ഈ രൂപത്തിലൊക്കെയുള്ള ഒരു സമൂഹത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കുകയാണ്, അതിലൊന്നും പെടാതെ. റബ്ബിന്റെ പ്രത്യേക കാവലില്ലാതെ എങ്ങനെ നടക്കാനാ സഹോദരങ്ങളെ? പടച്ച റബ്ബിന്റെ പ്രത്യേകമായ കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടുകയാണ്. അവിടുന്ന് തവാഫ് ചെയ്യുമ്പോൾ എല്ലാവരും അതിന്റെ പരിസരത്ത് നാട്ടി നിർത്തിയിട്ടുള്ള വിഗ്രഹങ്ങളുടെ നേരെ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. പലപ്പോഴും ആ ബിംബങ്ങളുടെ തലയിലും ശരീരത്തിലുമൊക്കെ കൈകൊണ്ട് തടവിയിട്ട് പുണ്യം നേടാൻ വേണ്ടി ഉദ്ദേശിക്കും. ആ നേരത്തൊരിക്കലെങ്കിലും ഹബീബിന്റെ മനസ്സിൽ തോന്നിയില്ല അവിടെ നാട്ടിവെക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ നേരെ ഒന്ന് കൈ ഉയർത്തണം എന്ന് പോലും തോന്നിയില്ല. തൊട്ട് തലോടിയിട്ടില്ല, തടവിയിട്ടില്ല. ഒരു നിലക്കും ശിർക്കിന്റെ ഒരു വിഗ്രഹത്തിന്റെ ഈ മുമ്പിൽ നമിച്ചിട്ടില്ല, കൈ കൂപ്പിയിട്ടില്ല, വണങ്ങിയിട്ടില്ല, ഇതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. ബലിക്കല്ലുകളിന്മേൽ വെച്ച് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടിട്ടുള്ള ആ രൂപത്തിലുള്ള ബലിമാംസത്തിൽ നിന്ന് ഒരു കഷ്ണം പോലും നേതാവിന്റെ വയറ്റിലേക്ക് അവിടുന്ന് രുചി നോക്കിയിട്ടില്ല. പടച്ചവന്റെ പ്രത്യേക കാവൽ. ഈ നിയമങ്ങളൊന്നും ഇല്ലല്ലോ. നിയമങ്ങളൊന്നും വന്ന് ഇല്ലാത്ത കാലമായിരുന്നിട്ട് പോലും ഒരു അനാവശ്യത്തിലേക്കും എത്തി നോക്കാതെ ആ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന ഒരു തിന്മകളിലേക്കും, പലിശയാവട്ടെ, അനാഥയുടെ മുതൽ തിന്നലാവട്ടെ, മറ്റേത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ, ജ്യോത്സ്യന്മാര് നിർബാധം പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം. കണിയാന്മാരെയും ജ്യോത്സ്യന്മാരെയും അതുപോലെ തന്നെയുള്ള ആളുകളെയും ഒക്കെ സമീപിച്ചുകൊണ്ട് പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടിയിരുന്ന ഒരു സമൂഹത്തിനിടയിൽ ജീവിച്ച മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 40ാമത്തെ വയസ്സിന് മുമ്പുള്ള ജീവിതമായി പറയുന്നത്. നബുവത്തൊക്കെ കിട്ടുന്നതിന്റെ മുമ്പുള്ള അവിടുത്തെ യൗവന കാലഘട്ടം, ചെറുപ്പ കാലഘട്ടം വളരെയേറെ പരിശുദ്ധമായതായിരുന്നു. ഒരു ചൂതാട്ടത്തിലും ഒരു വ്യഭിചാരത്തിലും ഒരു ചീത്തയായ കാര്യത്തിലും ഒരു ചീത്തയായ കൂട്ടുകെട്ടിൽ പോലും അവിടുന്ന് പങ്കെടുത്തില്ല.